സാംസങ് വേഴ്സസ് ആപ്പിൾ, സാംസങ് S24 വേഴ്സസ് ഐഫോൺ 16. ഇന്ന് ഇതാണ് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കാൻ പോകുന്നത്. ഇതിലേതാണ് ബെറ്റർ എന്ന് ഈ ഒരു വീഡിയോ നമുക്ക് കണ്ടെത്താം. നിങ്ങൾ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു കമ്പാരിസൺ ആയിരിക്കും ഈ സാംസങ് വേഴ്സസ് ആപ്പിൾ. സോ അപ്പോൾ സമയം ഒട്ടും കളയേണ്ട, നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം. ആദ്യം തന്നെ ഈ രണ്ട് ഫോണുകളുടെ പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ 80,000 രൂപ റേഞ്ചിലാണ് രണ്ടിൻ്റെയും പ്രൈസ് വരുന്നത്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. ഐഫോൺ 16 വന്നിട്ട് 80,000 തന്നെയാണ് പ്രൈസ്. 79, ചിലപ്പോൾ നിങ്ങൾക്ക് ഓഫറിൽ കൂടി പോയാൽ 77 കിട്ടുന്നത് കാണുന്നുണ്ട്. അത് ആമസോണിലാണെന്ന് തോന്നുന്നു, നമുക്ക് അങ്ങനെ കിട്ടുന്നുണ്ട്. സോ എന്നാലും 77-80 റേഞ്ചിൽ നിൽക്കും ഇതിൻ്റെ വില. പക്ഷേ നിങ്ങൾക്ക് S24 ആണെങ്കിൽ നമുക്ക് ഓഫറിലൊക്കെ 74,990 ഫോണിൽ നമുക്ക് 13,000 രൂപ ബാങ്ക് ഓഫർ അടക്കം ഇപ്പോൾ 61,990 കിട്ടാനുണ്ട്. സോ തീർച്ചയായിട്ടും ബെറ്റർ വാല്യൂ എന്ന് പറയുന്നത് S24 തന്നെയാണ്. സോ അപ്പോൾ പ്രൈസിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇനി ഇതിൻ്റെ കാണാനുള്ള ഭംഗി നിങ്ങൾ ഇഷ്ടമുള്ളത് എടുത്തോളൂ. കാരണം രണ്ടും അത്യാവശ്യം നല്ല പ്രീമിയം ഡിസൈനിൽ കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. സോ പ്രീമിയം ഫീൽ രണ്ടിനുമുണ്ട്. രണ്ടും അതിൻ്റെതായ യൂണിക്കായ ഡിസൈൻ ലാംഗ്വേജുകൾ നിലനിർത്തുന്നുണ്ട്. സാംസങ് ആണെങ്കിലും സ്റ്റൈലിഷായ ആ ഒരു യൂണിക്കായ സ്റ്റൈൽ അവരങ്ങനെ തന്നെ നിലനിർത്തുന്നു. സോ അപ്പോൾ ഭംഗി നിങ്ങളുടെ ഇഷ്ടമുള്ളത് എടുക്കുക. എന്നാൽ ഭംഗിക്കപ്പുറം ഇതിൻ്റെ പോർട്സ് ആൻഡ് ബട്ടൺസ്, ഡിസ്പ്ലേ മൊത്തത്തിൽ കാണാനുള്ളൊരു രസം, അങ്ങനെയൊക്കെ നോക്കിക്കൊണ്ട് എല്ലാ ഘടകങ്ങളും പരിശോധിക്കുന്നുവെങ്കിൽ ഞാനിതിനൊന്ന് കമ്പയർ ചെയ്ത് പറയാം, എന്നിട്ട് തീരുമാനിക്കാം. ഒന്ന്, ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഡിസ്പ്ലേയുടെ ബെസിൽസിൻ്റെ കാര്യം നോക്കിയാൽ S24 കുറച്ചും കൂടി സ്ലിമ്മറായ ബെസിൽസ് ആണ് വരുന്നത്. ഐഫോണിൽ കമ്പാരിറ്റീവ്ലി കുറച്ച് തിക്നെസ് കൂടിയ ബെസിൽസ് ആണ്. പഞ്ച് ഹോൾ വളരെ ചെറിയ പഞ്ച് ഹോളാണ് S24. ഇത് നമ്മുടെ ഈ ഒരു ഡൈനാമിക് ഐലൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ തരത്തിലുള്ള ഒരു നോച്ച് സെറ്റപ്പാണ്. സോ നിങ്ങൾക്കിത് വിഷ്വൽ എക്സ്പീരിയൻസ് ഒക്കെ എന്തെങ്കിലും സിനിമ കാണുമ്പോഴായാലും ഒരു കാഴ്ചയെ തടസ്സപ്പെടുത്തുന്ന തരത്തിൽ നിൽക്കുന്ന ഒരു സംവിധാനമാണ് ഡൈനാമിക് ഐലൻഡ്. ഇത് കുറേ കൂടി കംഫർട്ടബിൾ ആണ്. വളരെ ചെറിയ തരത്തിലുള്ള ഒരു പഞ്ച് ഹോൾ ആണെന്നുള്ളത് ഡിസ്പ്ലേയുടെ ഭാഗത്തുള്ള ഒരു ഘടകമാണ്. കാണാനുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഒപ്പം തന്നെ പോർട്സ് ആൻഡ് ബട്ടൺസ് നോക്കിയാൽ കാര്യമായ വ്യത്യാസമുണ്ട്. USB 3.2 ആണ് ഇതിൻ്റെ ടൈപ്പ് സി വരുന്നത്. സോ വളരെ ഫാസ്റ്റായ ഒരു ഡാറ്റ ട്രാൻസ്ഫർ സ്പീഡും കാര്യങ്ങളും S24 കിട്ടും. ഇത് USB 2.0 ആണ്. ഒപ്പം തന്നെ ഡുവൽ നാനോ സിം നിങ്ങൾക്ക് ഇതിലിടാൻ സാധിക്കും. ഫിസിക്കൽ സിം തന്നെ ഇടാം. നിങ്ങൾക്ക് ഒരു സിം ഇട്ടാൽ മതി, പറഞ്ഞാൽ ഈ സിം വേണമെങ്കിൽ അതിനുള്ള ഓപ്ഷനും S24 ബട്ട് ഐഫോണിൽ ഒരു സിമ്മേ ഫിസിക്കൽ സിം ഇടാൻ പറ്റുള്ളൂ. ഈ സിമ്മാണ് മറ്റേത്. സോ ഇവിടെ ഓപ്ഷൻ കൂടുതലുണ്ട് എന്നുള്ളത് ഒരു ഘടകമാണ്. എന്നാൽ ഐഫോണിന് ഇവിടെ ചില ഗുണങ്ങളുണ്ട്. ഒന്ന്, ആക്ഷൻ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ക്യാമറ കൺട്രോൾ ബട്ടൺ ഉണ്ട്. ക്യാമറയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ബട്ടൺ ഉണ്ട്. സോ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതാണ് നന്നായിരിക്കുക എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങൾ ഫാസ്റ്ററായ ഒരു ഡാറ്റ ട്രാൻസ്ഫർ ഉള്ള USB 3.2 USB-C വേണോ, അതോ ക്യാമറ കൺട്രോൾ ആണോ നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണ്ടി വരിക? ഡുവൽ സിമാണോ വേണ്ടി വരിക, അല്ലെങ്കിൽ ആക്ഷൻ ബട്ടണൊക്കെയാണോ നിങ്ങൾക്ക് വേണ്ടി വരിക? സോ നിങ്ങൾ ചിന്തിക്കുക. കൂടുതലും പ്രാക്ടിക്കൽ സൈഡിൽ നോക്കിയാൽ S24 കാര്യങ്ങളാണ് കുറച്ചുകൂടി നന്നാവാൻ തോന്നുന്നു. പക്ഷേ നിങ്ങളാണ് ചൂസ് ചെയ്യേണ്ടത്. കാരണം നിങ്ങളുടെയാണ് പൈസ മുടക്കുന്നയാൾക്ക് എന്താണോ ആവശ്യം എന്നുള്ളത് അവർക്ക് ഒരു ധാരണ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് കൊണ്ട് വേണം ഇതിന് ചൂസ് ചെയ്യാൻ. സോ അപ്പോൾ അതിൻ്റെ ഡിസൈൻ, പോർട്സ് ആൻഡ് ബട്ടൺസ്, കാണാനുള്ള ലുക്ക്, കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു. ഇനി ഇതിൻ്റെ ബിൽറ്റ് ക്വാളിറ്റി, ഡ്യൂറബിലിറ്റി ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ IP68 റേറ്റിംഗ് രണ്ട് ഫോണിലും വരുന്നുണ്ട്. ഐഫോണിലാവുമ്പോൾ 6 മീറ്റർ വരെ വെള്ളത്തിൽ മുങ്ങി കിടന്നാലും 30 മിനിറ്റ് നേരം മുങ്ങി കിടന്നാലും പ്രശ്നമില്ലാത്തൊരു IP68 റേറ്റിംഗ് ആണ്. ഇതിലാകുമ്പോൾ 1.5 മീറ്റർ ആണ്, 30 മിനിറ്റ് തന്നെ. സോ അത് ഇത്തിരി ബെറ്റർ തീർച്ചയായിട്ടും ഐഫോൺ ആണെന്ന് പറയാം. സ്ട്രെങ്ത്തിൻ്റെ കാര്യം, സ്ക്രാച്ച്, ഡാമേജ്, ഞാൻ ഒരു കാരണവശാലും നിങ്ങൾ ഇതിൽ ഏതിലെങ്കിലും ഒന്നിനെ വിശ്വസിക്കുമെന്ന് പറയില്ല. സ്ക്രീൻ ഗാർഡും കേസും ഒക്കെ ഉപയോഗിച്ചോളൂ, എന്തായാലും സ്ക്രാച്ചൊക്കെ വരും. ഗോറില്ല ഗ്ലാസ് വിക്ടസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. സെറാമിക് ഷീൽഡ് 2nd ജനറേഷൻ ഇതിൽ വരുന്നുണ്ട്. രണ്ടും ഒരുപോലെ നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. സോ ബിൽറ്റ് ക്വാളിറ്റിയിൽ രണ്ട് ഫോണുകളും പക്കയാണ്. ഇനി ഈ ഫോണുകളുടെ ഡിസ്പ്ലേ, വലിയ പ്രശ്നം ഇവിടെയാണ് നിൽക്കുന്നത്. 120 ഹെർട്സിൻ്റെ 6.2 ഇഞ്ച് വരുന്ന ഡൈനാമിക് AMOLED 2X ഡിസ്പ്ലേ ആണ് S24 വരുന്നത്. ഇവിടെ 60 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. സോ ഇനി ഇതിൽ കൂടുതലൊന്നും പറയാനില്ല, കാരണം ബെറ്റർ S24 തന്നെയാണ്. 80,000 രൂപ റേഞ്ചിൽ 60 ഹെർട്സ് ഡിസ്പ്ലേ. ഇതിൻ്റെ അൺബോക്സിംഗ് വീഡിയോ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് മോശമായി പോയി എന്നുള്ള കാര്യം. സോ ഇവിടെ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ബെറ്റർ ഇതാണ്. മാത്രമല്ല 2600 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ്സും വരുന്നുണ്ട്. ഇതിൽ 2000 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ്സേ ഉള്ളൂ, എങ്കിലും അത് മോശമൊന്നുമല്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സോ അപ്പോൾ ഡിസ്പ്ലേ ക്വാളിറ്റിയുടെ കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല S24. ഇനി ക്യാമറ, ഐഫോണിൽ 48 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറ, 12 മെഗാപിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറ, 12 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറ. സാംസങ്ങിൽ 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറ, അതേപോലെ 12 മെഗാപിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറ, 10 മെഗാപിക്സലിന്റെ ടെലിഫോട്ടോ ലെൻസും വരുന്നുണ്ട്, 12 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. സോ ബെറ്റർ ക്യാമറ സെറ്റപ്പ്, ടെലിഫോട്ടോ ലെൻസ് അടക്കം വരുന്നത് കൊണ്ട് തീർച്ചയായിട്ടും സാംസങ്ങിലാണ്. സാമ്പിൾസ്, മെയിൻ ക്യാമറ ഇമേജുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇഷ്ടപ്പെടുന്നത് ചൂസ് ചെയ്യാട്ടോ. ഞാൻ ഒരെണ്ണം പറയാം, അത് നിങ്ങൾ ചൂസ് ചെയ്യില്ല. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടത് ഏതാണോ ആ ക്യാമറ നിങ്ങൾ ചൂസ് ചെയ്യാം. രണ്ടിൻ്റെയും ക്യാമറകൾ അത്യാവശ്യം നന്നായിട്ടാണ് വന്നിരിക്കുന്നത്. ഡൈനാമിക് റേഞ്ചും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതൽ S24 പറയപ്പെടുന്നു. നിങ്ങൾ നോക്കൂ, നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടോ? വൈഡ് ആംഗിൾ ക്യാമറ ഇമേജും ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ഇതിലേതാണ് നിങ്ങൾക്ക് നന്നായിട്ട് തോന്നിയത് അത് നോക്കി നിങ്ങൾ ചൂസ് ചെയ്യുക. സൂം ചെയ്യുന്ന കാര്യത്തിൽ വരുമ്പോൾ വ്യത്യാസമുണ്ട്, കാരണം ഇതിൽ ടെലിഫോട്ടോ ലെൻസ് വരുന്നുണ്ട് S24. സോ നമുക്ക് ഒരു 3x സൂം ഒക്കെ എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വരുന്നുണ്ട്. ഐഫോണിൽ 2x വരുന്നുള്ളൂ, അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ ടെലിഫോട്ടോ സെറ്റപ്പ് ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ബെറ്റർ എന്ന് S24 തീർച്ചയായിട്ടും പറയാം. സെൽഫി ക്യാമറ ഇമേജുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അത് തന്നെ ചൂസ് ചെയ്യുക, യാതൊരു ഡൗട്ടും വേണ്ട.
എനിക്ക് തീർച്ചയായിട്ടും സാംസങ്ങിൻ്റെ സെൽഫികളാണ് പൊതുവേ ഇഷ്ടം. അത് ഞാൻ പണ്ട് കാലം തൊട്ടേ പറയുന്നൊരു കാര്യമാണ്. ഇപ്പോഴും അതിൽ മാറ്റമില്ല. എനിക്ക് സാംസങ്ങിൻ്റെ സെൽഫി എടുക്കാനാണ് കുറച്ചും കൂടി താല്പര്യം. അതെൻ്റെ മാത്രം ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വേണം നിങ്ങൾ ചൂസ് ചെയ്യാം. പിന്നെ സാംസങ്ങിന് ടെലിഫോട്ടോ ലെൻസ് മാത്രമല്ല ഒരു അഡ്വാൻറ്റേജ് കൂടിയുണ്ട്. വീഡിയോയുടെ ഭാഗത്ത് 8K വീഡിയോ നമുക്ക് സാംസങ്ങിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇതിൽ 4K വരെ പറ്റുള്ളൂ. ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം. രണ്ടിലും 4K വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്താൽ ഈ കാണുന്ന തരത്തിലുള്ള ഒരു ക്വാളിറ്റിയാണ് കിട്ടുക. എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ബെറ്റർ ആയിട്ട് തോന്നുന്നത് നിങ്ങൾ തീരുമാനിക്കുക. വീഡിയോയുടെ കാര്യത്തിൽ എനിക്ക് പൊതുവേ ഐഫോണിനോടാണ് ചെറിയൊരു ഇഷ്ടം കൂടുതൽ. അത് പൊതുവേ അവർ നന്നായിട്ട് തന്നെ ചെയ്യാറുണ്ട്. സാംസങ് മോശമൊന്നും അല്ല കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ കാണാം വീഡിയോ ക്വാളിറ്റി ഒന്നും മോശമില്ല. പക്ഷേ എങ്കിലും വീഡിയോയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ സെൽഫി ക്യാമറ വീഡിയോ ഒക്കെ ഞാനിവിടെ കാണിക്കുന്നുണ്ട്. എനിക്ക് കുറച്ച് താല്പര്യം കൂടുതൽ ഐഫോണിലെ വീഡിയോസിനോടാണ്. പക്ഷേ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെന്നുള്ള കാര്യം. പിന്നെ ഐഫോണിൽ ഒരു അഡ്വാൻറ്റേജ് കൂടിയുണ്ട്. ഓഡിയോ മിക്സ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഉണ്ട്. നമ്മൾ എടുക്കുന്ന വീഡിയോ നല്ല ക്വാളിറ്റിയിൽ കിട്ടുന്നതിൻ്റെ ഒപ്പം ഓഡിയോ നമുക്ക് വേണമെങ്കിൽ എഡിറ്റിംഗ് കൊടുത്താൽ ഓഡിയോ മിക്സിലൂടെ നോയ്സ് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അത് കുറച്ച് കളയാൻ വേണ്ടിയിട്ട് ഓഡിയോ മിക്സിലൂടെ സാധിക്കുന്ന ഒരു സൗകര്യം ഐഫോണിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. സോ അപ്പോൾ ഇങ്ങനെയാണ് ഈ രണ്ട് ഫോണുകളുടെയും മെയിൻ ആയിട്ടുള്ള ക്യാമറ സാമ്പിളുകൾ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വരുന്ന റിസൾട്ട്. ഏതാണ് നിങ്ങൾ ചൂസ് ചെയ്യാൻ പോകുന്നത്? ഓഡിയോ മിക്സ് എന്ന് പറയുന്നത് ഐഫോണിൻ്റെ അഡ്വാൻറ്റേജ് ആണ്. പക്ഷേ ടെലിഫോട്ടോ ലെൻസ് എന്ന് പറയുന്നത് S24ൻ്റെ അഡ്വാൻറ്റേജ് ആണ്. സോ നിങ്ങൾ വീഡിയോ എടുത്ത് ഓഡിയോ അഡ്ജസ്റ്റ് ചെയ്ത് നോയ്സ് കുറച്ചിട്ടൊക്കെ വീഡിയോ യൂസ് ചെയ്യുന്ന ആളാണോ അതോ നിങ്ങൾ റെഗുലറായിട്ട് കൂടുതൽ ഫോട്ടോസാണോ എടുക്കുന്നത്? ഫോട്ടോസ് ആണെങ്കിൽ ടെലിഫോട്ടോ ലെൻസ് ഉള്ള ഈ ഫോണായിരിക്കും ബെറ്റർ. പക്ഷേ ചോയ്സ് നിങ്ങളുടേതാണ്. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഒരു കാര്യം, ഇതിൽ നിങ്ങൾ ഐഫോണിനെ താഴ്ത്തി അല്ലെങ്കിൽ S24നെ താഴ്ത്തി ഇങ്ങനെയൊക്കെ കമൻറ്റ് ചെയ്യാതെ കൃത്യമായിട്ട് ഐഫോണിൽ നിങ്ങൾ പറഞ്ഞ കാര്യത്തിനോട് എനിക്ക് വിയോജിപ്പുണ്ട്, ഇന്നതാണ് കാരണം എന്ന് പറഞ്ഞുകൊണ്ട് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തെറ്റിയിട്ടുണ്ടെന്ന് തോന്നിയാൽ എനിക്ക് തിരുത്താമല്ലോ. നാളെ മേലാക്കാൻ തിരുത്താമല്ലോ. അല്ലെങ്കിൽ കാണുന്നവർക്ക് ശരി ഇന്നതാണ് ഇതിൻ്റെ കാര്യമൊന്നും മനസ്സിലാവുന്ന ഒരു അവസ്ഥ വരികയും ചെയ്യും. സോ കമൻറ്റ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഇയാൾ ഐഫോണിന് വേണ്ടി ചെയ്താണെങ്കിൽ സാംസങ്ങിന് വേണ്ടി ചെയ്താന്ന് പറയാതെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ കാണുന്നവർക്ക് ഉപകാരപ്പെടും. സോ കമൻറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് ചെയ്താൽ നന്നായി. ഇനി ഇതിൻ്റെ പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ Exynos 2400 എന്ന പ്രോസറാണ്. ഇതിൽ A18 എന്ന് പറയുന്ന ആപ്പിളിൻ്റെ ഏറ്റവും പുതിയ പ്രോസറാണ്. സോ അപ്പോൾ ഈ രണ്ട് പ്രോസറുകൾ തമ്മിൽ കമ്പയർ ചെയ്താൽ പെർഫോമൻസിൽ നോർമൽ യൂസിൽ യാതൊരു ഇഷ്യൂ ഇല്ല. നിങ്ങൾക്ക് ഇവിടെ കാണാൻ വളരെ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളാണ്, ആ പെർഫോമൻസ് എന്തായാലും കിട്ടും. ഇത് കൂടാതെ ഗെയിമിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് സ്കോർ നോക്കിക്കൊണ്ട് ഫോൺ എടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം 16 ലക്ഷം, അതായത് 1.6 മില്യൺ റേഞ്ചിലാണ് ഈ രണ്ട് ഫോണുകളുടെയും ആൻഡ്രോയിഡ് സ്കോർ വരുന്നത്. സോ സ്കോർ നോക്കി എടുക്കുന്നവർ ഇതിൽ ഏതെടുത്താലും പ്രശ്നമൊന്നുമില്ല, രണ്ടും തുല്യമായ ലെവലിലാണ് കാണുന്നത്. എന്നാൽ ഗെയിമിങ്ങിലേക്കാണ് നിങ്ങളുടെ ഫോക്കസ് എങ്കിൽ ഐഫോൺ ആണ് നല്ലതെന്ന് ഒരുപാട് പേര് ചിന്തിക്കുന്നുണ്ടാവും. തീർച്ചയായിട്ടും നമുക്ക് അതിനോടൊത്തിരി വിശ്വാസം കൂടുതലുണ്ട് കാലങ്ങളായിട്ട്. എന്നാലും ഇതിലിപ്പോൾ 60 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. നിങ്ങൾ BGMI കളിക്കാൻ നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം 60 FPS ഒരു ഗെയിം പ്ലേ അവൈലബിൾ ആവുള്ളൂ. പക്ഷേ നിങ്ങൾ വലിയൊരു ഹെവി ലെവൽ ഗെയിമറൊന്നും അല്ല, സാധാരണ ഒരു കളിക്കാരനാണെങ്കിൽ S24 ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ 90 FPS BGMI കളിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ കാണാം ഓപ്ഷൻ. പിന്നെ ഈ ഗെയിമിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇത് വേണോ എന്നൊക്കെ ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് പ്രോ പ്ലെയേഴ്സ് നമ്മുടെ കൂട്ടത്തിൽ കാണുമല്ലോ, അവർ ഒന്ന് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. 90 FPS S24 വേണോ അതോ 60 ഹെർട്സിൻ്റെ അല്ലെങ്കിൽ 60 FPS കളിക്കാൻ പറ്റുന്ന ഐഫോൺ വേണോ? നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസിൽ ഏതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ഏത് ലെവലിലുള്ള കളിക്കാർക്ക് ഏതായിരിക്കും നല്ലതെന്നൊന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഉപകാരപ്പെടും. സോ അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് നോക്കിക്കോളൂ, നമ്മളെ പ്രോ പ്ലെയേഴ്സിൻ്റെ കമൻറ്റ്സ് കാണാം. പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് ആൻഡ്രോയിഡ് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് S24 തന്നെ 7 ജനറേഷൻ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 7 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും കിട്ടുന്നുണ്ട്. ഏറെക്കുറെ അതേ റേഞ്ചിൽ ഐഫോണിലും കിട്ടും. സോ ആ ഭാഗത്തൊന്നും ഒരു ടെൻഷനും വേണ്ട, രണ്ടും കട്ടക്കി നിൽക്കുന്നുണ്ട്. സാംസങ് ഒക്കെ അടിപൊളിയായിട്ട് കൃത്യമായിട്ട് അപ്ഡേറ്റ് ഇപ്പോൾ തന്നു വരുന്നുണ്ട്. പിന്നെ ഇതിന് പുറമെ ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളും ഉണ്ട്. സാംസങ് ആ കാര്യത്തിൽ ടോപ്പ് ലെവലാണ്. എന്നാലും ഐഫോൺ ഇപ്പോൾ ഒരുപാട് കസ്റ്റമൈസേഷൻ കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല അവർ. പക്ഷേ എന്നാലും അതൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. ഇൻക്ലൂഡിങ് ആപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന AI ഫീച്ചറുകൾ വന്നപ്പോഴും എല്ലാം ഒന്നും അത്ര ഭംഗിയായിട്ടില്ല, വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഘട്ടമായിട്ട്. അതൊക്കെ ബീറ്റാ വെർഷനിലും കൂടിയാണ്, അതൊക്കെ വന്ന് സ്റ്റേബിൾ ആവാൻ സമയമെടുക്കും. പക്ഷേ സാംസങ്ങിൽ കസ്റ്റമൈസേഷൻ ആയാലും ശരി AI ഫീച്ചേഴ്സ് ആയാലും ശരി എല്ലാം റെഡി ടു യൂസ് ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വാങ്ങിച്ചാൽ ഇപ്പോൾ തന്നെ എല്ലാ സംഭവങ്ങളും ടോപ്പ് ലെവലിൽ ഉപയോഗിച്ച് കൊടുക്കാം. പിന്നെ മാത്രമല്ല സാംസങ്ങിൻ്റെ സാംസങ് വാലറ്റ് ബാങ്ക് കാർഡുകളും മറ്റുമൊക്കെ ആഡ് ചെയ്ത് വെച്ച് അതിൽ നിന്ന് ടാപ്പ് ടു പേയിലൂടെ പേയ്മെന്റുകൾ നടത്താൻ വേണ്ടി സാധിക്കും. കാർഡൊന്നും കൊണ്ട് നടക്കണ്ട. പിന്നെ സെക്യൂർ ഫോൾഡർ, നിങ്ങളുടെ ഫയൽസും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കാൻ സെക്യൂർ ഫോൾഡർ എന്ന വേറൊരു സംവിധാനമുണ്ട്. അല്ലെങ്കിൽ സർക്കിൾ ടു സെർച്ച്, നമുക്ക് ഈസി ആയിട്ട് ഗാലക്സി AI സർക്കിൾ ടു സെർച്ച് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ സെർച്ച് ചെയ്യാൻ സാധിക്കും. ഇന്റർപ്രറ്റർ മോഡ് നമുക്ക് അത് വേണമെങ്കിൽ ആ രീതിയിൽ ഉപയോഗിക്കാം. അല്ലെങ്കിൽ വോയിസ് ട്രാൻസ്ലേഷൻ ഉപയോഗിക്കാം. റൈറ്റിംഗ് അസിസ്റ്റൻസ്, നമുക്ക് എല്ലാ കാര്യങ്ങളും എഴുതുമ്പോൾ റീറൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ, സ്പെൽ ചെക്ക്, ഗ്രാമർ ചെക്ക് എല്ലാം ഗാലക്സി AI കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റും. എല്ലാം പക്ക സെറ്റായിട്ട് ഇവിടെ റെഡിയാണ്. സോ റെഡി ടു യൂസ് എന്ന രീതിയിൽ എല്ലാതരം ഫീച്ചറുകളും സാംസങ്ങിലുണ്ട്. ഇത് വരുന്നേ ഉള്ളൂ. സോ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ ഒരു ഫോൺ എടുക്കുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ ഉപയോഗിക്കാൻ പാകത്തിന് എടുക്കണമല്ലോ. സോ S24 ബെറ്റർ ആയിരിക്കും എന്ന് തോന്നുന്നു. അല്ല, വെയിറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഇതും മോശമല്ല കേട്ടോ. ഇനി ബാറ്ററി ലൈഫിൻ്റെ കാര്യത്തിൽ ഈ രണ്ട് ഫോണുകളും വലിയ പ്രശ്നമൊന്നുമില്ല. ഒരു മീഡിയം ലെവൽ, ഇത് രണ്ടും കോമ്പാക്ട് ഫോണുകളാണ്, അതുകൊണ്ട് വലിയ ബാറ്ററി ലൈഫ് പ്രതീക്ഷിക്കരുത്. ഒരു മീഡിയം ബാറ്ററി ലൈഫ് ഈ രണ്ട് ഫോണുകളും തരുന്നുണ്ട്. ചാർജിങ്ങിൻ്റെ കാര്യത്തിൽ രണ്ടിലും 25 വാട്ടിൻ്റെ ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു പ്രത്യേകതയുള്ളത് റിവേഴ്സ് വയർലെസ് ചാർജിങ് എന്ന് പറയുന്നത് S24 വരുന്നുണ്ട്. ഇതിലതില്ല.
സോ അപ്പോൾ ഇത് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. നിങ്ങളുടെ ഇയർബഡോ വാച്ചോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് റിവേഴ്സ് ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും, ഇതിലതില്ല. സോ അപ്പോൾ ബാറ്ററി ഡിപ്പാർട്ട്മെൻറ്റിൽ സ്ലൈറ്റ് എഡ്ജ് അപ്പോഴും S24 തന്നെയാണ്. അപ്പോൾ നമ്മൾ ഡിസൈൻ തൊട്ട് ഇങ്ങോട്ട് പറഞ്ഞു വരുമ്പോൾ പോർട്സ് ആൻഡ് ബട്ടൺസ്, USB 3.2, അതേപോലെ തന്നെ 120 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ, പെർഫോമൻസ് നോക്കുമ്പോൾ 90 FPS ഗെയിം കളിക്കാം, ക്യാമറയാണ്. ക്യാമറയിൽ വീഡിയോ നമ്മൾ പറഞ്ഞല്ലേ, അതൊഴിച്ചാൽ ബാക്കി എല്ലാ മേഖലയിലും സാംസങ് S24 ആണ് കുറച്ച് നന്നാവുക. പ്രത്യേകിച്ച് പ്രൈസ് കൂടി കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് 55-60 രൂപയുടെ ഇടയിൽ നമുക്ക് S24 കിട്ടും. ഇതിന് നമ്മൾ 80 രൂപ കൊടുക്കണം. അപ്പോൾ കുറഞ്ഞ പ്രൈസിൽ ഇത്രയധികം കാര്യങ്ങൾ ബെറ്റർ ആയിട്ട് സാംസങ്ങിൽ കിട്ടുമ്പോൾ ഇത് തമ്മിൽ നമ്മൾ വേറെ ഒരു സംഭവം ചിന്തിക്കാതെ ഈ രണ്ട് ഫോണുകൾ അത് തരുന്ന വാല്യൂ ഫോർ മണി മാത്രം നോക്കുകയാണെങ്കിൽ S24 ആണ് വാല്യൂ ഫോർ മണി എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഐഫോൺ ഒട്ടും മോശമല്ല, അത് വേണ്ടവർ അത് തന്നെ എടുക്കുക, അറിഞ്ഞിരിക്കുക ഇന്നതൊക്കെയാണ് ഇതിൻ്റെ വ്യത്യാസങ്ങളെന്നുള്ളത്. അതാണ് ഈ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ അപ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് കൃത്യമായിട്ട് ഏതാണ് നിങ്ങൾക്ക് പറ്റിയതെന്ന് മനസ്സിലാക്കി കൃത്യമായ ഒരെണ്ണം നിങ്ങൾ പർച്ചേസ് ചെയ്യുക. സോ നിങ്ങൾ ഏതാണ് ചൂസ് ചെയ്യുന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ ബാക്കിയുള്ളവർക്ക് കൂടി ഒരു ഐഡിയ കിട്ടും ഏതാണ് ബെറ്റർ ആയിട്ട് വരുന്നതെന്നുള്ളത്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ വരുമ്പോൾ നമുക്കും നമ്മളെ കറക്റ്റ് ചെയ്യാമല്ലോ. സോ അപ്പോൾ കമൻറ്റുകൾ തീർച്ചയായിട്ടും എല്ലാവരും ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം.